ഇന്ന് നമ്മൾ പഠിക്കാൻ വന്ന ടോപ്പിക് വൈദ്യുത വിശ്ലേഷണം, വൈദ്യുത ലേപനം. ആദ്യം പറയാൻ പോകുന്നത് വൈദ്യുത വിശ്ലേഷണത്തെ പറ്റിയാണ്. എന്താണ് വൈദ്യുത വിശ്ലേഷണം? ഒരു പദാർത്ഥം വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലിസിസ്. ഇവിടെ കൊടുത്ത ചിത്രത്തിൽ ശ്രദ്ധിച്ച് അതിൽ എന്തൊക്കെയുണ്ട്? കാർബൺ ദണ്ടും കോപ്പർ സൾഫേറ്റ് നേർപ്പിച്ച ലായനിയുമാണ് ഉള്ളത്. അപ്പോൾ ഈ ചിത്രത്തെ പോലെ ഉപകരണം ക്രമീകരിച്ചാൽ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആദ്യം സംഭവിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ലായനിക്ക് നിറമാറ്റം സംഭവിക്കും. രണ്ടാമതായിട്ട് കാർബൺ ദണ്ടുകളിൽ കോപ്പർ നിക്ഷേപിക്കപ്പെടുന്നതും കാണാൻ പറ്റും. ലായനിക്ക് രാസമാറ്റം സംഭവിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പ്രവർത്തനത്തിൽ എന്താണ് നടന്നത്? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് കോപ്പർ സൾഫേറ്റ് വിഘടിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോലൈറ്റുകളെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രോലൈറ്റുകൾ? വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. അതിന്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് ഇവയെല്ലാം ഇലക്ട്രോലൈറ്റുകളുടെ ഉദാഹരണങ്ങളാണ്. ഇലക്ട്രോലൈറ്റുകളുടെ വേറെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ ഉരുകിയ അവസ്ഥയിൽ, ജലീയ ലായനികൾ ഇവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ്. ഇനി ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച് ദണ്ടുകളെ ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നു. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന ഇത്തരം സംവിധാനങ്ങളെയാണ് വൈദ്യുത രാസ സെല്ലുകൾ അഥവാ ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിങ്ങിനെ പറ്റിയാണ്. സ്വർണം പൂശിയ ആഭരണങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറില്ലേ? ലോഹ വസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയയെ വൈദ്യുത ലേപനം എന്ന് പറയുന്നു. വൈദ്യുത ലേപനം ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ്. ഒരു ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്ന ക്രമീകരണത്തിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അതിൽ ഒരു ഇരുമ്പ് വളയുണ്ട്, ഒരു വെള്ളി ദണ്ടുണ്ട്, സോഡിയം സയനൈഡിന്റെയും സിൽവർ സയനൈഡിന്റെയും ലായനിയുടെ മിശ്രിതവും. ഇതിൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇവയെ ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിച്ച ശേഷം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇരുമ്പ് വളയിൽ വെള്ളി ലോഹത്തിന്റെ നേർത്ത പാളി ആവരണം ചെയ്യപ്പെടും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വൈദ്യുത ലേപനം. രാസപ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? താപം, പ്രകാശം, വൈദ്യുതി എന്ന ഊർജ രൂപങ്ങളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഊർജം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനത്തിനെ ഊർജ ആഗിരണ രാസപ്രവർത്തനങ്ങൾ അഥവാ എൻഡോർജിക് റിയാക്ഷൻസ് എന്നും ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ ഊർജമോചക രാസപ്രവർത്തനങ്ങൾ അഥവാ എക്സോർജിക് റിയാക്ഷൻസ് എന്നും പറയുന്നു. നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തു നോക്കിയാലോ? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലിസിസ് എന്നറിയപ്പെടുന്നത്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിച്ചത്. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് ഇവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ്. ആസിഡുകളും ആൽക്കലികളും ലവണങ്ങൾ ഉരുകിയ അവസ്ഥയിൽ, ജലീയ ലായനികളും ഇവയെല്ലാം ഇലക്ട്രോലൈറ്റുകളുടെ മറ്റ് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ടുകളെയാണ് ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ വൈദ്യുത രാസ സെല്ലുകൾ അഥവാ ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് വിളിച്ചത്. ഇനി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ലോഹ വസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിനെ വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നു. വൈദ്യുത ലേപനം ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ്. രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെ ഊർജ രൂപങ്ങൾ കൈമാറ്റപ്പെടുമെന്നാണ് നമ്മൾ പഠിച്ചത്? താപം, പ്രകാശം, വൈദ്യുതി. ഇനി രണ്ടു തരം റിയാക്ഷനെ പറ്റി നമ്മൾ പഠിച്ചു. ഊർജം ആഗിരണം ചെയ്യുന്നതും പുറത്തുവിടുന്നതും. ഊർജം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനത്തിനെ നമ്മൾ ഊർജ ആഗിരണ രാസപ്രവർത്തനങ്ങൾ എന്നും ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ ഊർജമോചക രാസപ്രവർത്തനങ്ങൾ എന്നും വിളിച്ചു. അതിൽ ഊർജ ആഗിരണ രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് എൻഡോർജിക് റിയാക്ഷൻസ്. ഊർജമോചക രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് എക്സോർജിക് റിയാക്ഷൻസ്.